എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഭാര്യയും ഭർത്താവും ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഭാര്യ എന്നോട് ചോദിച്ചാ 10 സ്വഭാവക്കാരുള്ള എൻ്റെ ഈ കുടുംബത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കും? 10 സ്വഭാവം. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ഇന്നു മുതൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കൂ. ലൂക്കാസ് വിശേഷം 1:35 വചനം പറഞ്ഞു കൊടുത്തു. ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. ദേ ശ്രദ്ധിച്ചേ, ഇന്ന് സന്തോഷത്തോടുകൂടെ ആ സഹോദരി ആ കുടുംബത്തിൽ ജീവിക്കുന്നു. നല്ല കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, സീനിയർ സിസ്റ്റർ ജൂനിയർ സിസ്റ്ററിനോട് വല്ലാത്ത അസ്വസ്ഥത. ഈ സിസ്റ്ററിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? ആ സിസ്റ്റർ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ശക്തമായിട്ട് ആശ്രയിച്ചു. ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. നിങ്ങൾക്കറിയോ, ഇന്നും ആ കോൺവെന്റിൽ ആ സീനിയർ സിസ്റ്ററും ജൂനിയർ സിസ്റ്ററും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു. നല്ല കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ധ്യാന മന്ദിരത്തിൽ ഒരു സുവിശേഷ ശുശ്രൂഷകൻ വല്ലാണ്ട് ഭാരപ്പെട്ടു. കൂടെയുള്ളവർ എന്നെ കുറിച്ച് എല്ലാ കഥകൾ പറയുന്നു. അച്ഛാ, ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ പറ്റുന്നില്ല. ആ ബ്രദറിനോട് ഞാൻ പറഞ്ഞു, ബ്രദറെ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്ക്. ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. ഇന്നും ആ ധ്യാന കേന്ദ്രത്തിൽ ആ ബ്രദർ നല്ല ശുശ്രൂഷ ചെയ്യുന്നു. നല്ല കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാനൊരു ഇടവക വികാരി അച്ഛൻ എൻ്റെ കൂട്ടുകാരൻ വൈദികനെ കുറിച്ച് പറഞ്ഞു. ഇടവകയിൽ ഒരു 3-4 പേര് എപ്പോഴും വാട്സപ്പിലും ഫേസ്ബുക്കിലും അച്ഛാ കഥകൾ എഴുതുന്നു, എന്നെ കുറിച്ച് എല്ലാ കഥകൾ പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കുടുംബങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ഈ അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ ആ ഇടവകയിൽ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് അന്ന് അച്ഛനെതിരായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നവർ. നല്ല കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഇതൊക്കെ എന്തിനാ ഇവിടെ പറഞ്ഞെന്നറിയോ? നിന്റെ ജീവിതത്തിൽ നിനക്കിഷ്ടമില്ലാത്തവർ ഒത്തിരി പേരുണ്ട്, നിന്നെ ഇഷ്ടമില്ലാത്തവർ ഒത്തിരി പേരുണ്ട്. വെറുതെ യുദ്ധം ചെയ്യാൻ പോകല്ലേ. രാവിലെ മുതൽ വെറുതെ യുദ്ധം ചെയ്യാൻ പോകല്ലേ, വല്ലാണ്ട് ക്ഷീണിക്കും. ഇപ്പൊ തന്നെ ക്ഷീണിച്ചായിരിക്കണേ. അതുകൊണ്ട് യുദ്ധം ചെയ്യാൻ പോകല്ലേ. ആ വ്യക്തിയുടെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി പോകല്ലേ. ആ വ്യക്തിയെ അവഗണിക്കാനും പരാജയപ്പെടുത്താനും നീ ആലോചനകൾ കൂട്ടുകൂട്ടല്ലേ. മറിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക.